ചോദ്യം 1. ജീവികളും ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? ഉത്തരം കോശം. ചോദ്യം 2. പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ്? ഉത്തരം കോശാസ്തരം. ചോദ്യം 3. കോശാസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേര് എന്താണ്? ഉത്തരം ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. അടുത്ത ചോദ്യം. കോശം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് ഹുക്ക്. അടുത്ത ചോദ്യം. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഉത്തരം MG ഷ്ലീഡൻ. അടുത്ത ചോദ്യം. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഉത്തരം തിയോഡർ ഷാൻ. അടുത്ത ചോദ്യം. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജേക്കബ് ഷ്ലീഡൻ, തിയോഡർ ഷോൺ. അടുത്ത ചോദ്യം. കോശ സിദ്ധാന്തം പരിഷ്കരിച്ച വ്യക്തി ആരാണ്? ഉത്തരം റുഡോൾഫ് വിർഷോ. അടുത്ത ചോദ്യം. കോശമർമ്മം കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഉത്തരം റോബർട്ട് ബ്രൗൺ. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി ഏതാണ്? ഉത്തരം സ്കൂട്ടോയിഡ്. അടുത്ത ചോദ്യം. കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരം മൈറ്റോകോൺട്രിയ. അടുത്ത ചോദ്യം. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം മൈറ്റോകോൺട്രിയ. അടുത്ത ചോദ്യം. കോശത്തിൻ്റെ എനർജി കറൻസി എന്ന് പറയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ATP. അടുത്ത ചോദ്യം. കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് ഏതാണ്? ഉത്തരം ഗോൾഗറി കോംപ്ലക്സ്. അടുത്ത ചോദ്യം. കോശത്തിൻ്റെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം പ്രോട്ടീൻ. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം അണ്ഡം. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ബീജകോശം. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം നാഡീകോശം. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം നാഡീകോശം. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? ഉത്തരം അരുണ രക്താണുക്കൾ. അടുത്ത ചോദ്യം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശം ഏതാണ്? ഉത്തരം റോഡ് കോശങ്ങൾ. അടുത്ത ചോദ്യം. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശം ഏതാണ്? ഉത്തരം കോൺ കോശങ്ങൾ. അടുത്ത ചോദ്യം. പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്നത് ഏതാണ്? ഉത്തരം കോൺ കോശങ്ങൾ. അടുത്ത ചോദ്യം. മൂങ്ങക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം എന്താണ്? ഉത്തരം കോൺ കോശങ്ങളുടെ അപര്യാപ്തത. അടുത്ത ചോദ്യം. കണ്ണുനീർ ഉൽപ്പാദിക്കുന്ന ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥി. അടുത്ത ചോദ്യം. ലൈസോസം കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഉത്തരം അലക്സാണ്ടർ ഫ്ലമ്മിംഗ്. അടുത്ത ചോദ്യം. കണ്ണുനീരിൽ കാണുന്ന ലോഹം ഏതാണ്? ഉത്തരം സിങ്ക്. അടുത്ത ചോദ്യം. കണ്ണിൻ്റെ കണ്ണിലുണ്ടാവുന്ന തിളക്കത്തിന് കാരണം എന്താണ്? ഉത്തരം
സിങ്ക് എന്ന് തന്നെയാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, വ്യക്തമായ കാഴ്ച ശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ്? ഉത്തരം 25 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, 20-20 എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം വ്യക്തമായ കാഴ്ചയാണ് 20-20 എന്ന പദം ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയെ പറയുന്ന പേരെന്താണ്? ഉത്തരം വർണ്ണാണ്ഡത. അടുത്ത ചോദ്യം, ഈ വർണ്ണാണ്ഡതക്കുള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? അത് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ചുവപ്പ്, പച്ച നിറങ്ങൾ മനസ്സിലാവാത്തവർക്കാണ് ഈ വർണ്ണാണ്ഡത ഉണ്ടെന്ന് മനസ്സിലാവുക. വർണ്ണാണ്ഡത കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ. അടുത്ത ചോദ്യമാണ്, സെല്ലൻസ് ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കാഴ്ച ശക്തി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലൻസ് ചാർട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, എത്ര മീറ്റർ അകലെ നിന്നാണ് സെല്ലൻസ് ചാർട്ട് വായിക്കേണ്ടത്? ഉത്തരം 6 മീറ്റർ അകലെ നിന്ന്. അടുത്ത ചോദ്യം, ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയെ പറയുന്ന പേര് എന്താണ്? ഉത്തരം അനോസ്മിയ. അടുത്ത ചോദ്യം, ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഉത്തരം മെലാനിൻ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ വേണ്ട കാലാവധി എത്രയാണ്? ഉത്തരം 27 അല്ലെങ്കിൽ 30 ദിവസം. അടുത്ത ചോദ്യം, മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മദ്യം കുടിക്കുമ്പോൾ അത് ബാധിക്കുന്നത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ്? ഉത്തരം സെറിബെല്ലം. അടുത്ത ചോദ്യം, ഛർദി, തുമ്മൽ, ചുമ എന്നിവ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഉത്തരം മെഡുല്ല ഒബ്ലോങ്കേറ്റ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം തലാമസ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണ്? ഉത്തരം 5-6 ലിറ്റർ. അടുത്ത ചോദ്യം, ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഉത്തരം ആൻറ്റിജൻ. അടുത്ത ചോദ്യം, രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജനുകളാണ്. എന്നാൽ എ രക്തഗ്രൂപ്പിൽ ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജൻ ഏതാണ്? ഉത്തരം ആൻറ്റിജൻ എ. അടുത്ത ചോദ്യം, എ രക്തഗ്രൂപ്പിൽ ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? ഉത്തരം ആൻറ്റിബോഡി ബി ആണ്. അടുത്ത ചോദ്യം, ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജൻ ഏതാണ്? ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ ആൻറ്റിജൻ ഉത്തരം ആൻറ്റിജൻ ബി ആണ്. അടുത്ത ചോദ്യം, ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? ഉത്തരം ആൻറ്റിബോഡി എ ആണ് ബി രക്തഗ്രൂപ്പുകൾ ഉള്ളവരുടെ രക്തത്തിൽ. അടുത്ത ചോദ്യം, എ ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജൻ ഏതാണ്? ഉത്തരം ആൻറ്റിജൻ എയും ബിയും. എ ബി രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജൻ എയും ബിയും. അടുത്തത്, ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ഉത്തരം എ ബി രക്തഗ്രൂപ്പിലാണ് ആൻറ്റിബോഡി ഇല്ലാത്തത്. ഒ രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? ഉത്തരം ആൻറ്റിബോഡി എയും ആൻറ്റിബോഡി ബിയും. അടുത്ത ചോദ്യം, ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആൻറ്റിജൻ തീരെ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ഉത്തരം ഒ ഗ്രൂപ്പാണ്.
അടുത്ത ചോദ്യം, ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? ഉത്തരം 300 മില്ലി. അടുത്ത ചോദ്യം, രക്തദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട വയസ്സ് അല്ലെങ്കിൽ പ്രായം എത്രയാണ്? ഉത്തരം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അടുത്ത ചോദ്യം, ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഏത് മാസത്തിലാണ് അല്ലെങ്കിൽ എത്ര മാസം കൂടുമ്പോഴാണ്? ഉത്തരം 3 അല്ലെങ്കിൽ 4 മാസത്തിലൊരിക്കലാണ് ഒരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുന്നത്. ലോക രക്തദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 14.